ഗാസയിൽ ഇസ്രയേലിന്റെ മാരക ആക്രമണം. ഹമാസ് പോലീസ് മേധാവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതോടുകൂടി തന്നെ ഗാസയിൽ സൈനിക നടപടി കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. വടക്കൻ ഗാസ മുനമ്പിൽ നടത്തിയ പുതിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നിയന്ത്രണത്തിലുള്ള പോലീസ് സേനയുടെ മേധാവി കൊല്ലപ്പെട്ടതായി തന്നെ ഹമാസ് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഗാസ നഗരത്തിന് വടക്കുള്ള ഷെയ്ഖ് റെഡ്വാൻ മേഖലയിലെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 5 പാലസ്തീനികളിൽ ഒരാളാണ് ഹമാസ് പോലീസ് മേധാവിയായ അൽ മഖ്തമ എന്ന വടക്കൻ ഗാസയുടെ ഗവർണറും അതായി തന്നെ പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. മാത്രമല്ല ഹമാസിന്റെ ഭരണ സുരക്ഷാ സംവിധാനത്തിലെ പ്രധാന വ്യക്തികൾ ഒരാളായി തന്നെ കണക്കാക്കപ്പെട്ട വ്യക്തിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം അൽ മഖ്തമ ആകട്ടെ അവിടെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലും സജീവമായി തന്നെ അംഗമായിരുന്നുവെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അംഗങ്ങളെ അവിടെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നും ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നുണ്ട്. ഗാസയിൽ ഇസ്രായേൽ സേനയും അതേപോലെ തന്നെ രാജ്യസുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണി ഉയർത്തുന്ന ഹമാസ് നേതാക്കളെയും സായുധ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ആക്രമണത്തിന്റെ ഭാഗമായാണ് ഈ നടപടി നടത്തിയതെന്നതാണ് IDFന്റെ വിശദീകരണം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ ഹമാസ് നേതൃത്വത്തിലുള്ള പോലീസ് സേനയിലെ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും സായുധ വിഭാഗം അംഗങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങളെ ഹമാസ് ശക്തമായി തന്നെ അപലപിച്ചു. പോലീസ് സേനയും അതിന്റെ ആസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഗാസയിൽ നിയമ സംവിധാനവും പൊതുസുരക്ഷയും തകർക്കുവാനും മേഖലയിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമമാണ് എന്നതാണ് ഹമാസ് ആരോപണമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒക്ടോബറിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന നടപടികളാണ് ഇസ്രായേൽ തുടരുന്നതെന്നും ഹമാസ് കുറ്റപ്പെടുത്തി. ഇതോടുകൂടി തന്നെ ഗാസയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതോടുകൂടി തന്നെ മേഖലയിലെ മാനുഷിക പ്രതിസന്ധിയും കൂടുതൽ വഷളാകുമെന്ന ആശങ്കയും അന്താരാഷ്ട്ര തലത്തിൽ ഉയരുകയാണ്. അതോടൊപ്പം തന്നെ ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈജിപ്ത്, ഖത്തർ, തുർക്കി, അമേരിക്ക എന്നിവയുൾപ്പെടെയുള്ള മധ്യസ്ഥർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ നിരായുധീകരണം, ഇസ്രായേലിന്റെ പിൻവാങ്ങലും ആവശ്യപ്പെടുന്ന പദ്ധതിയാണ് ഇവിടെയുള്ളത്. ഹമാസ് നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ തെക്കൻ ഇസ്രായേലിനെ ആക്രമിച്ച് 1200 പേർ കൊല്ലപ്പെട്ടതായും 250ഓളം പേർ ബന്ദികളാക്കി ചെയ്യപ്പെടുകയും ചെയ്തതായിട്ടാണ്. അതായത് ഈ ഒരു ആക്രമണം ആരംഭിക്കാനുണ്ടായ കാരണം ഇസ്രായേലിന്റെ തുടർന്നുള്ള ആക്രമണത്തിൽ 73,000-ലധികം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി തന്നെ ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 തെക്കൻ ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് 2 വർഷത്തെ ഇസ്രായേലിന്റെ സൈനിക ആക്രമണങ്ങൾ തകർന്നടിഞ്ഞ ചെറിയ തീരദേശ സ്ട്രിപ്പിന്റെ ഏകദേശം 64% ഇസ്രായേൽ നിയന്ത്രിക്കുകയാണ്. കൂടാതെ തന്നെ ഗാസയിലെ 2 ദശലക്ഷം വരുന്ന ജനങ്ങൾ ഏതാണ്ട് എല്ലാവരും ഇപ്പോൾ താമസിക്കുന്നത് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള താൽക്കാലിക ടെന്റുകളിലോ അല്ലെങ്കിൽ തർക്ക കെട്ടിടങ്ങളിലോ വളരെ മോശം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു ചെറിയ പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത് എന്നതാണ് വ്യക്തമാവുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.